നമസ്കാരം, ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. നായര് പിടിച്ച പുലിവാലെന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇനി മന്ത്രി ഗണേഷ് കുമാർ പിടിച്ച ആനക്കൊമ്പെന്ന് കേട്ടാലും മതി. ഗതാഗത മന്ത്രിയെ ചാർജ് എടുത്തത് മുതൽ ചന്നം പിന്നം നിയമങ്ങൾ കൊണ്ടുവന്ന് ഹീറോയിസം കാട്ടി ലൈം ലൈറ്റിൽ ഇങ്ങനെ കത്തി നിന്നതായിരുന്നു മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ചിലരൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ പരീക്ഷ എഴുതാത്തവർക്ക് വരെ ഫുൾ എ പ്ലസ് കിട്ടിയതുപോലെയൊന്നും ഇനി ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടില്ല എന്നൊരു ലൈൻ. 8-നും H-നും പകരം ചച്ച, ഞഞ്ഞ, ടട്ട, നണ്ണ വരപ്പിക്കും. ഇതൊക്കെ കാണാൻ മന്ത്രി ചിലപ്പോൾ തന്റെ സ്വന്തം കാറിൽ വന്നും വരും. ഇതൊക്കെ കണ്ട് സോഷ്യൽ മീഡിയ ഷമ്മി ഹീറോയടാ എന്ന് കൈയടിച്ചിരുന്നു. അതൊക്കെ ഒരു കാലം. പക്ഷേ ഇപ്പൊ മന്ത്രി ആനക്കൊമ്പിൽ തൂങ്ങി എയറിലാണ്. കളരിവിളക്ക് തെളിഞ്ഞതാണോ മാനത്തൂന്നെങ്ങാൻ വീണതാണോ എന്നറിയില്ല. മന്ത്രിയുടെ വീട്ടിൽ നിന്നും ഒരു ജോഡി ആനക്കൊമ്പ് വനം വകുപ്പിന് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളങ്ങ് ആനയുള്ള തറവാട്ടുകാരാണ് ഹേ എന്നാണെങ്കിൽ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ പേരിൽ നിലവിൽ ആനയുടെ പോയിട്ട് ചേനയുടെ പോലും ലൈസൻസ് ഇല്ല. ഇനി മന്ത്രിയുടെ അച്ഛൻ അന്തരിച്ച മുൻ മന്ത്രി കെ ബാലകൃഷ്ണപിള്ളയുടെ പേരിലുള്ള ആനയെ വളർത്താനുള്ള ലൈസൻസ് മന്ത്രിയുടെ പേരിലേക്ക് ഇനിയും മാറ്റിയിട്ടുമില്ല. ഇനി ആനയുള്ള വീട്ടിൽ ഫ്രീ ആയിട്ട് തോട്ടി വെക്കുന്ന പോലെ മുറിച്ചു വെക്കാൻ പറ്റിയ സാധനമൊന്നുമല്ല ഈ ആനക്കൊമ്പ്. അതിന് ചില നടപടിക്രമങ്ങളും രജിസ്ട്രേഷനും ലൈസൻസും വേണം. ഇതൊന്നും ഇവിടെ ഇല്ല. ഇനി അച്ഛന്റെ കാലത്ത് മുറിച്ചതാണെന്ന് പറഞ്ഞ് തടി ഊരാനാണേ അവിടെ നിന്നും പിടിച്ചെടുത്തു ലൈസൻസ് ഇല്ലാത്ത 5 എണ്ണം. നല്ല വെളുവെളാന്ന് മിന്നുന്ന 5 ജോഡി ആനക്കൊമ്പ്. ഇനി ലൈസൻസിനെ കുറിച്ചൊന്നും മന്ത്രിക്ക് അറിയാഞ്ഞിട്ടാണോ? ഈ മന്ത്രി തന്നെയല്ലേ ലൈസൻസ് എടുക്കൽ എളുപ്പമാവില്ല, കട്ടിയാക്കും, കഠോരമാക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ചത്? അത് ഡ്രൈവിംഗ് ലൈസൻസ്. ഇനി തുറുപ്പുകലാൻ സിനിമയിലെ പോലെ ആനയാണോ മന്ത്രിയുടെയും വാഹനം? അതോ ഇനി അമ്മാതിരി ലൈസൻസ് ഒന്നും ഇവിടെ വേണ്ട എന്നാണോ? എടോ, ഞാൻ ഗതാഗത വകുപ്പ് മന്ത്രിയാണ്, ഗതാഗതവുമായി ബന്ധപ്പെട്ട വല്ലതുമുണ്ടെങ്കിൽ ചോദിക്ക് എന്നാണോ? എന്നാൽ കേരളത്തിലെ ഗതാഗതം ഇതിലും കഷ്ടമാണ്. കേരളത്തിൽ അടിക്കടി ആക്സിഡന്റുകൾ വർദ്ധിക്കുകയാണ്. റോഡിന്റെ ശോചനീയാവസ്ഥയും ഇതിലൊരു പ്രധാന കാരണമാണ്. പരാതി നൽകിയാൽ പോലും മറുപടി കിട്ടാത്ത അവസ്ഥയുമാണ്. റോഡ് നിയമങ്ങൾ കടുപ്പിക്കാനും ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് വിദേശ രാജ്യങ്ങളിലെ പോലെ അപ്ഗ്രേഡ് ആക്കാനും ശുഷ്കാന്തി ഇട്ട മന്ത്രി ഇനി വിദേശ രാജ്യങ്ങളിലെ റോഡുകളൊന്നും കാണാഞ്ഞിട്ടാണോ എന്തോ. ഏതായാലും റോഡുകളുടെ ശോചനീയാവസ്ഥ മാറ്റിമറിക്കാൻ മാത്രം ഡ്രൈവിംഗ് ലൈസൻസ് ബാലികേറ മലയാക്കാൻ കാണിച്ചത്ര കാന്തിയൊന്നുമില്ല എന്ന് വെച്ചാൽ കുട്ടി മിണ്ടണില്ല. എന്തേ കുട്ടി മിണ്ടിയെന്നോ? മിണ്ടി കുട്ടി അവസാനം മിണ്ടി. പാലക്കാട്ടെ അപകടത്തിൽ അവസാനം കുട്ടി എന്താ പറഞ്ഞെന്നോ? റോഡ് നിയമങ്ങൾ തെറ്റിക്കുന്നവരെയും അലക്ഷ്യമായി വണ്ടി ഓടിക്കുന്നവരെയും ഇങ്ങ് എടുക്കുമെന്ന്. അല്ല, അപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ മഴ പെയ്താൽ കുളവും മഴയില്ലാത്തപ്പോൾ കുഴിയുമാകുന്ന റോഡുകളോ? 2 മാസം കൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകൾ മുഴുവൻ അഴിച്ചു പണിഞ്ഞ് പുതുക്കിയെടുത്ത മന്ത്രിക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നീണ്ടു നിവർന്ന് ആകെ ചളം കുളമായി കിടക്കുന്ന റോഡുകൾ ഇപ്പൊ ശരിയാക്കി തരാം, ആ ചെറിയ സ്പാനറിങ് എടുത്തേന്നൊന്നും പറയാനില്ലേ? ഇങ്ങനല്ല, ഞങ്ങളുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഇങ്ങനല്ല. അതെങ്ങനെ? റോഡൊക്കെ പൊതുമരാമത്ത് വകുപ്പിന്റെ അല്ലേ, ഞാൻ പാവം ഗതാഗതമല്ലേന്നാവും. അപ്പോ പിന്നെ അയ്യപ്പനും കോശിയിലെയും പോലെ നമ്മളിതിലില്ല, കണ്ടാൽ മതി എന്നാണോ? അതോ അത് പിന്നെ ഞാൻ മാത്രമല്ലല്ലോ, കൂടെയുള്ള ആ പൊട്ടന്മാരും കൂടെ വിചാരിക്കണ്ടേ എന്ന് യോധയിലെ തോറ്റു തുന്നമ്പാടി നിൽക്കുന്ന അപ്പുക്കുട്ടന്റെ ഡയലോഗാണോ മന്ത്രിയുടെ മനസ്സിലെന്നറിയില്ല. ഏതായാലും പറ്റിയൊരു സിനിമാ ഡയലോഗ് മുൻ സിനിമാ മന്ത്രി കണ്ടുവയ്ക്കുന്നത് നല്ലതായിരിക്കും. എന്നാ പിന്നെ വരട്ടെ, അല്ല പോട്ടെ.